Hello friends, welcome to Sukanyas Taste Made. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് KFC സ്റ്റൈലിലുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതെങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1.5 കിലോ ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ കഷ്ണങ്ങളിലും ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ നമുക്കിത് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അതിലേക്കുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ബട്ടർ മിൽക്ക് ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു 1.5 കപ്പ് പാല് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങനീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ പാല് ഒരു ഇളം ചൂടായിരിക്കണം. അതിലേക്കാണ് നമ്മൾ ഈ നാരങ്ങനീര് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കൊരു 5 മിനിറ്റ് അതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ്സ് കഴിഞ്ഞു. ഇതാ നമ്മുടെ ബട്ടർ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞതാണ്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു 3/4 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാ ചിക്കനും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഇപ്പോൾ 4 അവേഴ്സൊക്കെ കഴിഞ്ഞു. ഞാൻ നമ്മുടെ ചിക്കൻ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പീസും ഇതുപോലെ നന്നായി പിഴിഞ്ഞ് അതിലത്തെ വെള്ളമൊക്കെ നല്ലപോലെ കളഞ്ഞ് നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ ചിക്കനും ഇതുപോലെ പിഴിഞ്ഞ് അതിലത്തെ വെള്ളമൊക്കെ കളഞ്ഞ് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു കോട്ടിംഗ് തയ്യാറാക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 1.5 കപ്പ് മൈദ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ അതിലേക്ക് ഒരു 1/2 കപ്പ് കോൺഫ്ലോർ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡറും 1/2 ടീസ്പൂൺ ഒനിയൻ പൗഡറും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഒനിയൻ പൗഡറും ഗാർലിക് പൗഡറും ഒക്കെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഞാനൊരു വീഡിയോ തയ്യാറാക്കിയിടാം. അപ്പോൾ ഇത് ഞാൻ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഒരു പീസ് ചിക്കൻ എടുത്തു. എന്നിട്ട് നമ്മുടെ പൗഡറിൽ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നമ്മുടെ ചിക്കൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം കളഞ്ഞിട്ടില്ല. അതിലാണ് ഞാൻ നമ്മുടെ ചിക്കൻ മുക്കിയെടുക്കാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. കുറേ നേരം വെക്കേണ്ട. ജസ്റ്റ് 10 സെക്കൻഡൊക്കെ വെച്ച് നമുക്ക് അത് എടുത്ത് വീണ്ടും നമ്മുടെ പൊടിയിലേക്ക് ഇട്ട് നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ ഡബിൾ കോട്ടിംഗ് ആണ് നമ്മൾ ഈ ചിക്കന് കൊടുക്കുന്നത്. അങ്ങനെ എല്ലാ ചിക്കൻ പീസസും നമുക്ക് ഇതുപോലെ ഡബിൾ കോട്ടിങ് കൊടുക്കാം. എന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
ഇപ്പോൾ നമ്മുടെ ചിക്കൻ പീസസ് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്ക് നമ്മുടെ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓയിൽ നല്ല ഹോട്ടായിരിക്കണം. അതിലേക്ക് വേണം നമ്മൾ ഈ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാൻ. പിന്നെ അറ്റ് എ ടൈം ഒരു 2 പീസൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഒരുപാട് ചിക്കൻ പീസസ് ഒന്നും ഇട്ട് കൊടുക്കരുത്. എന്നിട്ട് ലോ ഫ്ലെയിം ആക്കി വെക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം വേണം നമ്മുടെ തീ കുറച്ച് വെക്കാനായിട്ട്. ഇനി നമ്മുടെ ചിക്കൻ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. ഇനി നമുക്കിത് കോരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ അറിയാം വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് വന്നിട്ടുണ്ട്. അതുപോലെ നമുക്ക് ബാക്കിയുള്ള പീസസും കൂടി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ രണ്ടാമത് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുമ്പോൾ തീ നല്ലപോലെ കൂട്ടി വയ്ക്കുക. എന്നിട്ട് വേണം നമ്മൾ ഈ പീസസ് ഇട്ട് കൊടുക്കാൻ. അതിന് ശേഷം വീണ്ടും ലോ ഫ്ലെയിം ആക്കിയിട്ട് നമുക്ക് ചിക്കൻ വേവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നാൽ മാത്രമേ ഈ ബ്രോസ്റ്റഡ് ചിക്കൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാ ചിക്കൻ പീസസും ഇവിടെ ഫ്രൈ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല പെർഫെക്റ്റ് ആണെന്ന്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കിതിലേക്ക് ഗാർലിക് സോസ് ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഞാനൊരു 5 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈരാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒട്ടും പുളിയില്ലാത്ത തൈര് വേണം നമ്മൾ ഇതിനായിട്ട് എടുക്കാനായിട്ട്. അതിനുശേഷം അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മയോണൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ചില്ലി മയോണൈസാണ്. അതാണ് ആ റെഡ് കളറായിട്ട് കാണുന്നത്. ഇനി അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡറും 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഈസി ആയിട്ടുള്ള ഗാർലിക് സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രോസ്റ്റഡ് ചിക്കനും ഗാർലിക് സോസും കൂടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.